നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് അറ്റ്ലാന്റിക് ഓഷ്യൻസ്, ദിസ് ഈസ് ദി മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്, ലോങ്ങസ്റ്റ് മൗണ്ടൻ ചെയിൻസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ആൻഡീസ് മൗണ്ടൻസ് ആണ്. ആൻഡീസ് ഇൻ സൗത്ത് അമേരിക്ക. ആൻഡീസിനേക്കാളും ഏകദേശം 3 ഇരട്ടി വലിപ്പമുള്ള ഒരു മൗണ്ടൻ സിസ്റ്റം എവിടെ കാണാം? അറ്റ്ലാന്റിക് ഓഷ്യൻസിൽ കാണാം. ഇത് ഫോം ചെയ്തിരിക്കുന്നത് ഈ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് കാരണമാണ്, അല്ലെങ്കിൽ ഈ ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി കാരണമാണ്. അതുപോലെ തന്നെ കോണ്ടിനെന്റിലാണെങ്കിൽ 2 പ്ലേറ്റ്സുകൾ ഡൈവേർജ് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഈ പ്ലേറ്റ്സുകളുടെ സെൻട്രൽ പാർട്ട് താഴ്ന്നു പോകും, സബ്സൈഡ് ചെയ്യും. ഓക്കെ, ആ താഴ്ന്നു പോകുന്ന ഈ ദിസ് പാർട്സ് നൗൺ ആസ് റിഫ്റ്റ് വാലി. ഇത് രണ്ടും ഒരു മൗണ്ടൻസിൻ്റെ ഷേപ്പിലാണെങ്കിൽ ദാറ്റ്സ് ഏരിയ നൗൺ ആസ് ബ്ലോക്ക് മൗണ്ടൻസ്. ഓക്കെ, ദിസ് ഈസ് ദി അറ്റ്ലാന്റിക് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്, ദെൻ ദി ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി സിസ്റ്റം. നിങ്ങൾ അറ്റ്ലസ് എടുത്ത് നോക്കിയാൽ കാണാം, ഈ റെഡ് സീ മുതൽ ഇങ്ങോട്ട് ആഫ്രിക്കയിലെ ഇങ്ങേ ഭാഗം വരെ ഒരു ഏരിയ, ഒരുപാട് ലേക്സുകൾ, റിവേഴ്സുകളൊക്കെ ഈ ഏരിയാസിലുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡൈവേർജിങ് പ്ലേറ്റ് ബൗണ്ടറിയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് പറയുന്നത് ഈ പ്ലേറ്റ്സ് ബൗണ്ടറി, ഈ ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി എന്ന് പറയുന്ന ഈ ഏരിയ പുതിയൊരു കോണ്ടിനെൻ്റ് ആയിട്ട് വരുമത്രേ. പുതിയൊരു കോണ്ടിനെൻ്റ് ആവാൻ പോവുകയാണ്. ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് വെറുതെ സെപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു 8th കോണ്ടിനെൻ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഡൈവേർജൻ്റ് പ്ലേറ്റ് ബൗണ്ടറിയിൽ സമർപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ കൊണ്ടുവന്ന ഒരു പുതിയ കൺസെപ്റ്റാണ് സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്നത്. സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ്സുകൾ ഡൈവേർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഞാൻ പറഞ്ഞു പുതിയ ക്രസ്റ്റ് ഫോം ചെയ്യുന്നു. ഈ പുതിയ ക്രസ്റ്റ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ, അതുകൊണ്ടാണ് ഇതിന് കൺസ്ട്രക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി എന്നൊരു പേരും കൂടിയുണ്ട്. ഓഷ്യൻസിൻ്റെ അടിയിൽ പുതിയ ക്രസ്റ്റ് ഫോം ചെയ്യാണ്. അപ്പം എർത്തിൻ്റെ ടോട്ടൽ ഏരിയ കൂടുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? വേറെ ചില സ്ഥലങ്ങളിൽ എന്തുണ്ട്? കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി ഉണ്ട്. ഇവിടെ ഡൈവേർജൻ്റാണ് സംഭവിക്കുന്നത്, ഇവിടെ ക്രസ്റ്റ് ഏരിയ കൂടുന്നുണ്ട്. ഇനി നിങ്ങളൊരു 200 മില്യൺ ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ ഭാഗ്യമുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ എന്ത് പഠിക്കേണ്ട? പസഫിക് ഓഷ്യൻസ് ആണ് ലോകത്തെ ഏറ്റവും വലിയ ഓഷ്യൻ എന്ന് പഠിക്കേണ്ട. അന്ന് ഏതാ പഠിക്കേണ്ടി വരിക? അന്ന് അറ്റ്ലാന്റിക് ആയിരിക്കും. കാരണം അറ്റ്ലാന്റിക്കിൻ്റെ വിസ്തൃതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പസഫിക് പ്ലേറ്റ്സുകൾ കൺവേർജിങ് പ്ലേറ്റാണ്, അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അറ്റ് പ്രസന്റ് പസഫിക് തന്നെയാണ്. നമുക്കൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞു 200 മില്യൺ ഇയേഴ്സ് 300 മില്യൺ ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഏതായാലും ഇങ്ങനെ ഡൈവേർജൻ്റ് പ്ലേറ്റ് പോകുന്ന സമയത്ത് ഓഷ്യൻസിൻ്റെ അടിയിൽ ഈ റിഡ്ജ് ഫോം ചെയ്യും. അങ്ങനെ ഓഷ്യൻസിൻ്റെ ഏരിയ, ഓഷ്യാനിക് ഫ്ലോർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ തിയറി അനുസരിച്ച് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിൽ പറയുന്നത്. നിങ്ങൾ ഇവിടെ ഇത് മാത്രം ഫോക്കസ് ചെയ്യുക. ദിസ് തിയറി പുട്ട് ഫോർത്ത് ബൈ ഓർ പ്രൊപ്പൗണ്ടഡ് ബൈ ഫേമസ് സയൻറ്റിസ്റ്റ് പ്രൊഫസർ ഹാരി ഹെസ്. ഹി വാസ് എ US സയൻറ്റിസ്റ്റ് ആൻഡ് റോബർട്ട് ഡേറ്റ്സ് ഇൻ 1960. ഇവർ 2 പേരും പാടെ കൂടിയിട്ടാണ് ഈ ഫേമസ് ആയിട്ടുള്ള തിയറി കൊണ്ടുവന്നത്. അതിൽ തന്നെ ഫേമസ് ആയിട്ട് NCERT ഒക്കെ പറയുന്നത് ഹാരി ഹെസ്സിൻ്റെ പേര് മാത്രമാണ്. ഓക്കെ, then second types of boundary, plate movements, plate margin is convergent or destructive or consuming plate boundary. Okay, ഈ കൺവേർജിങ് പ്ലേറ്റ് ബൗണ്ടറിയുടെ എഫക്ട്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പാക്ട്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ തന്നെ വീണ്ടും ഡിവിഷൻ ചെയ്യാൻ പറ്റും. ഈ കൺവേർജിങ് പ്ലേറ്റ് ബൗണ്ടറികളെ തന്നെ, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറിയെ വീണ്ടും നമുക്ക് 3 ഡിവിഷൻ ചെയ്യാൻ പറ്റും. 3 ഡിവിഷൻ ചെയ്യുക എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഓഷ്യൻ കോണ്ടിനെൻ്റ് പ്ലേറ്റ്സുകൾ കൊളൈഡ് ചെയ്യാം, ഓഷ്യൻ പ്ലേറ്റ്സുകൾ കൊളൈഡ് ചെയ്യാം, കോണ്ടിനെൻ്റ് പ്ലേറ്റ്സുകളും കൊളൈഡ് ചെയ്യാം. കോണ്ടിനെൻ്റ് പ്ലേറ്റ്സ് മീൻസ് മേജർ പാർട്ട് ഓഫ് ദി പ്ലേറ്റ്സ് കോണ്ടിനെന്റിന്റെ പാർട്ടാണെങ്കിൽ അതിനെ കോണ്ടിനെന്റൽ പ്ലേറ്റ് എന്ന് പറയും. ഓഷ്യന്റെ ഭാഗം ഓഷ്യാനിക് പാർട്ടാണെങ്കിൽ ഓഷ്യാനിക് പ്ലേറ്റ്സ് എന്ന് പറയും. ചിലപ്പോൾ ഓഷ്യാനിക് പ്ലേറ്റ്സ് തന്നെ കോണ്ടിനെന്റിന്റെ പാർട്ടും ഉണ്ടാവാം, കോണ്ടിനെന്റൽ പ്ലേറ്റ്സിൽ തന്നെ ഓഷ്യന്റെ പാർട്ടും ഉണ്ടാവാം. പക്ഷേ മേജർ പാർട്ട് ഏതാണോ അങ്ങനെയാണ് പ്ലേറ്റ്സിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഓഷ്യൻ പ്ലേറ്റ്സും ഒരു കോണ്ടിനെന്റ് പ്ലേറ്റ്സും കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എർത്ത് ക്വിക്ക് ഉണ്ടാവാം. ദെൻ സെക്കൻഡ് ട്രഞ്ചസ്. ദെൻ ദി തേർഡ് വൺ വോൾക്കാനോസ്. എക്സാമ്പിളാണ് വെസ്റ്റേൺ സൗത്ത് അമേരിക്ക, അവിടെ എർത്ത് ക്വിക്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ വോൾക്കാനിക് മൗണ്ടൻസിന് എക്സാമ്പിൾ കാസ്കേഡ് മൗണ്ടൻസിൽ വോൾക്കാനോസ് ഉണ്ട്. ഇത് ഇങ്ങനെയുള്ള പ്ലേറ്റ് ബൗണ്ടറിക്ക് എക്സാമ്പിളാണ്. അഥവാ ഒരു ഓഷ്യൻ പ്ലേറ്റും ഒരു കോണ്ടിനെൻ്റ് പ്ലേറ്റും കൊളൈഡ് ചെയ്തപ്പോൾ ഉണ്ടായതാണ്. ദെൻ ദി സെക്കൻഡ് ഓഷ്യൻ പ്ലേറ്റ് ബൗണ്ടറി. ഇറ്റ്സ് ഇമ്പാക്ട്സ് ഫസ്റ്റ് വൺ ഡീപ്പ് ഓഷ്യാനിക് ട്രഞ്ചസ്, ഫോർമേഷൻ ഓഫ് ഡീപ്പ് ഓഷ്യാനിക് ട്രഞ്ചസ്. രണ്ട് പ്ലേറ്റ്സുകൾ പരസ്പരം കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഡെൻസിറ്റി കൂടുതൽ, ഇത് രണ്ടും ഓഷ്യാനിക് പ്ലേറ്റാണ്, രണ്ടും ഡെൻസിറ്റി കൂടുതലാണ്. പക്ഷേ ഇതിൽ മോർ ഡെൻസിറ്റി ഏതിനാണോ ആ പ്ലേറ്റ്സ് താഴേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ രണ്ട് പ്ലേറ്റ്സുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഏതാണോ ഡെൻസിറ്റി കൂടിയത് ആ പ്ലേറ്റ് താഴേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഭാഗത്ത് ഒരു റിങ്കിൾ ചുളിവ് വീഴും, താഴേക്ക് പോകും. ഈ വീഴുന്ന ഇതിനെയാണ് ട്രഞ്ച് എന്ന് പറയുന്നത്. ട്രഞ്ച് എന്ന് പറഞ്ഞാൽ കിടങ്ങ്. ലോകത്ത് ഏറ്റവും വലിയ ട്രഞ്ച്, ഏറ്റവും വലിയ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് ഏതാ? മറിയാന ട്രഞ്ച്. Mariana Trench formation is the best example for the formation of deep trenches. 11,033 meters its depth. ഇനി അതുപോലെ തന്നെ അലൂഷ്യൻ ഐലൻഡ്സ്, അലാസ്ക അമേരിക്കയിലെ USA അതൊക്കെ ഈ ബെൽറ്റിൻ്റെ ഫോർമേഷനാണ്. ബെസ്റ്റ് എക്സാമ്പിളാണ് പസഫിക് റിങ്സ് ഓഫ് ഫയർ എന്ന് നിങ്ങൾ കേട്ടിരിക്കും. പസഫിക് റിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഒരു ബെൽറ്റ്, ആ ഏരിയാസിലാണ് അറൗണ്ട് 90% എർത്ത് ക്വിക്കും 80% വോൾക്കാനോസും സംഭവിക്കുന്നത് ഈ ഒരു ഏരിയാസിൽ മാത്രമാണ്. ലോകത്തുണ്ടാകുന്ന മേജർ എർത്ത് ക്വിക്സും അവിടെയാണ്. ജപ്പാന്, ഫിലിപ്പീൻസ്, അതുപോലെയുള്ള ഫിജി, അങ്ങനെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും പസഫിക് ഓഷ്യൻസിലെ പ്രധാന ഐലൻഡ്സുകളൊക്കെ കിടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് പ്ലേറ്റ് മൂവ്മെൻറ്റിൻ്റെ ഈ വോൾക്കാനോസും എർത്ത് ക്വിക്കൊക്കെ ഈ ഏരിയാസിൽ വരുന്നത്. ദെൻ ദി തേർഡ് പ്ലേറ്റ് ബൗണ്ടറി കോണ്ടിനെൻ്റ് പ്ലേറ്റ് ബൗണ്ടറിയിലും ഇറ്റ്സ് ഫസ്റ്റ് എഫക്ട്സ്. രണ്ട് കോണ്ടിനെൻ്റ് പ്ലേറ്റ്സുകൾ കൂട്ടിയിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു പേപ്പർ എടുക്കാം. ഒരു പേപ്പർ എടുത്തിട്ട് രണ്ട് ഭാഗത്തുനിന്നും നിങ്ങളിങ്ങനെ ഫോഴ്സ് പ്രയോഗിച്ച് നോക്കാം. രണ്ട് ഭാഗത്തുനിന്നും ഫോഴ്സ് പ്രയോഗിച്ചാൽ എന്താ സംഭവിക്കാം? സെൻട്രൽ പോർഷൻ ഇങ്ങനെ ഫോൾഡ് വീഴും, മടക്ക് വീഴും. സെയിം ഹാപ്പനിങ് ഹിയർ, ഫോർമേഷൻ ഓഫ് ദി ഫോൾഡ് മൗണ്ടൻസ്. അങ്ങനെ ഫോർമേഷൻ ഓഫ് ദി ഫോൾഡ് മൗണ്ടൻസ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കോണ്ടിനെൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ എർത്ത് ക്വിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻ സർട്ടൻ ഏരിയാസ് വോൾക്കാനോസ് ആർ ദെയർ, വോൾക്കാനോസ് ഉണ്ടാവാം. ആൽപ്സ്, ഹിമാലയൊക്കെ ഇങ്ങനെ ഉണ്ടായ ഫോൾഡ് മൗണ്ടൻസിന് എക്സാമ്പിളാണ്. ആൻഡീസ്, റോക്കീസ്, ഇങ്ങനെയുള്ള ഒരുപാട് മൗണ്ടൻസ്. എല്ലാ ഫോൾഡ് മൗണ്ടൻസും ഈ കോണ്ടിനെൻ്റ് പ്ലേറ്റ്സുകളിലാണ് മെയിൻ ഫോൾഡ് മൗണ്ടൻസ് ഒക്കെ ഉണ്ടായത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫോർമേഷൻ. ദെൻ ദിസ് ഈസ് ദി ഫോർമേഷൻ ഓഫ് റിഡ്ജസ്. രണ്ട് പ്ലേറ്റ്സുകൾ കൊളൈഡ്, കോണ്ടിനെൻ്റൽ പ്ലേറ്റ്, ഓഷ്യാനിക് പ്ലേറ്റ്സ്. Here is the ridge. This is Pacific Rings of Fire. This is the Pacific Rings of Fire area. Then this is the formation of the fold mountains. This upward fold known as anticline and the downward fold known as syncline. Then the last and final boundary, the last plate movements or plate boundary is conservative or shear or transform boundaries എന്നാണ് പറയാം. കൺസർവേറ്റീവ് or shear or transform boundaries where two plates move alongside each other. അഥവാ രണ്ട് പ്ലേറ്റ്സുകൾ എന്ത് ചെയ്യുക? പാരലലായിട്ട് മൂവ് ചെയ്യാം. ഈ പ്ലേറ്റ്സുകൾ പരസ്പരം മൂവ് ചെയ്യുന്ന സമയത്ത് പരസ്പരം മേജർ എഫക്ട്സുകളൊന്നുമില്ല. കാരണം ഡൈവേർജൻ്റ് പ്ലേറ്റ് ബൗണ്ടറിയിൽ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യും? അവിടെ ക്രസ്റ്റ് ഫോർമേഷൻ, അതുകൊണ്ട് കൺസ്ട്രക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയും. അവിടെ പുതിയ ക്രസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഡൈവേർജൻ്റ് പ്ലേറ്റ് ബൗണ്ടറി നമ്മൾ പറഞ്ഞു ഡിസ്ട്രക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി, കാരണം ഉള്ള ക്രസ്റ്റിൻ്റെ ഏരിയനെ ഇല്ലാതെയാക്കുന്നുണ്ട്, അവിടെ തകർക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഡിസ്ട്രക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി. ഹിയർ നൈദർ ക്രിയേഷൻ നോർ ഡിസ്ട്രോയ്. ഇവിടെ ഡിസ്ട്രക്ഷനോ കൺസ്ട്രക്ഷനോ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ മേജർ എഫക്ട്സ് എന്ന് പറയുന്നത് ഇത് പരസ്പരം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എപ്പോഴെങ്കിലും പരസ്പരം ഉരസി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരൊറ്റ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് എർത്ത് ക്വിക്ക് ഫോർമേഷനാണ്. എർത്ത് ക്വിക്ക് ഉണ്ടാവാം. ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ബൗണ്ടറി സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് ഇൻ കാലിഫോർണിയ, USA.
USA കാലിഫോർണിയൻ റീജിയൻസിലുള്ള സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. നിങ്ങൾ അറ്റ്ലസ് എടുത്ത് നോക്കിയാൽ കാണാം, സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് എന്ന് പറയുന്ന ഒരു റീജിയൻസ് ഉണ്ട്. അവിടെ കാലിഫോർണിയയുടെ ഒരു ഭാഗം, ഒരു വാലിങ്ങനെ കിടക്കുന്നത് കാണാം. ആ ഏരിയാസ് ഒരു ഭാഗം അങ്ങോട്ടും ഒരു പ്ലേറ്റ്സ് ഇങ്ങോട്ടുമാണ് വരുന്നത്. ഇത് രണ്ടും പാരലൽ ബൗണ്ടറിക്ക് എക്സാമ്പിളാണ്. ഇവിടെ എർത്തുകിക്സ് ഉണ്ടാവാറുണ്ട്. 1906 1906 എർത്തുകിക്കിനെ ബേസ് ചെയ്തിട്ടാണ്, എർത്തുകിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി തന്നെ, എലാസ്റ്റിക് റീബൗണ്ട് തിയറി എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള എർത്തുകിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി തന്നെ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടായ എർത്തുകിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദീസ് ആർ ദി മേജർ പ്ലേറ്റ് ബൗണ്ടറീസ് ആൻഡ് ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറി ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. ഓക്കെ, then if you have any doubts you can ask in this area. What is the future consequences of these plate boundaries? ഭാവിയിൽ എന്താണ് ഇതിൻ്റെ ഇമ്പാക്ട്സ്? The major consequences. First one, already we have discussed the San Andreas Fault Californian regions എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ portions of California will separate from the rest of North America. നോർത്ത് അമേരിക്കൻ പാർട്ടിൽ നിന്ന് ഈ കാലിഫോർണിയൻ റീജിയൻസ് അങ്ങ് സെപ്പറേറ്റ് ചെയ്തിട്ട് പോകുന്ന പറയുന്നത്. ഓക്കെ, ദെൻ ദി സെക്കൻഡ്, ദി ഇറ്റാലിയൻ ബോട്ട് വിൽ ഡിസപ്പിയർ. ഇപ്പോൾ നമ്മൾ ഇറ്റലിയെ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മാപ്പിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ് എന്ത്, ഇറ്റലിയുടെ ബോട്ട് ആകൃതി എന്ന്. പക്ഷേ ഇനി നമുക്ക് ഒരു ഫ്യൂച്ചറിൽ കുറേ വർഷങ്ങൾ, മില്യൺ കണക്കിന് ഇയേഴ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇറ്റാലിയൻ ബോട്ട് വിൽ ഡിസപ്പിയർ, ഇറ്റാലിയൻ ബോട്ട് ആകൃതി ഇല്ലാതെയായി പോകുന്ന പറയുന്നത്. കാരണം ആ പ്ലേറ്റ്സ് അങ്ങോട്ട് കൊളൈഡ് ചെയ്തിട്ട് ഇറ്റലിയുടെ ബോട്ട് ആകൃതി ഇല്ലാതെയായി പോകും. പിന്നീട് തേർഡ്, ഓസ്ട്രേലിയ വിൽ ബിക്കം ലിങ്ക്ഡ് ടു ഏഷ്യ. എന്ത് ചെയ്യും? ഓസ്ട്രേലിയൻ പ്ലേറ്റ്സ്, ഇന്ത്യൻ പ്ലേറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഇന്ത്യ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയൻ പ്ലേറ്റ്, അല്ലെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റ്സ് ഒന്നിച്ച് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യ യൂറേഷ്യൻ പ്ലേറ്റ്സ് മേടിച്ചില്ലേ, അങ്ങനെയാണല്ലോ ഹിമാലയ ഉണ്ടായത്. അതുപോലെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പ്ലേറ്റ് കൊളൈഡ് ചെയ്തിട്ടോ അതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഓസ്ട്രേലിയ ലിങ്ക്ഡ് ടു ഏഷ്യ. ഓക്കെ, ഇന്ത്യയോട് ലിങ്ക് ചെയ്യുന്ന പറഞ്ഞു ഓസ്ട്രേലിയ. ദെൻ ലാസ്റ്റ് ഫോർത്ത് ഇമ്പാക്ട്സ്, ആഫ്രിക്ക വിൽ സെപ്പറേറ്റ് ഫ്രം ദി നോർത്ത് ഈസ്റ്റ്. നേരത്തെ പറഞ്ഞ ഈസ്റ്റ് ആഫ്രിക്കൻ ഭാഗം ഉണ്ടല്ലോ, ആ ഈസ്റ്റ് ആഫ്രിക്കൻ പാർട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആഫ്രിക്കയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന പറയുന്നതിൻ്റെ ഫ്യൂച്ചർ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ആഫ്രിക്ക അവിടുന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു പുതിയ കോണ്ടിനെൻ്റ് ആയിട്ട് മാറുന്ന, ഇപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻ, അതിനെക്കുറിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്ക ഒരു സെപ്പറേറ്റ് ആഫ്രിക്കയിൽ നിന്ന് പുതിയൊരു കോണ്ടിനെൻറ്റും കൂടി ഉണ്ടാവും എത്രേ, അത് ഈസ്റ്റ് ആഫ്രിക്കയായിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ അടുത്ത് ഇറങ്ങിയിരിക്കുന്ന ചില മാഗസിൻസിലൊക്കെ അതിനെക്കുറിച്ച് പഠനം വന്നിരുന്നു, നിങ്ങൾ വായിച്ചോന്ന് എനിക്കറിയില്ല. ഓക്കെ, this is the plate tectonics theory and its impacts. All this you can conclude in this mind map system. ഈ മൈൻഡ് മാപ്പ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഈ ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ് എത്ര ടൈപ്സ് ഉണ്ട്, ഡൈവേർജൻ്റ് ഉണ്ട്, കൺവേർജൻ്റ് ഉണ്ട്, ട്രാൻസ്ഫോം ഉണ്ട്, അതിന് എക്സാമ്പിൾസ് ഉണ്ട്, അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ട്, ഒക്കെ നിങ്ങൾക്കൊരു മൈൻഡ് മാപ്പിംഗ് സിസ്റ്റത്തിലൂടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ UPSCയുടെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയാൻ പറ്റുമോ? ആൻസർ, ഇറ്റ്സ് ആൻസർ ഇസ് നാസ്ക പ്ലേറ്റ്. നാസ്ക പ്ലേറ്റ് ഈസ് ദി കറക്റ്റ് നാസ്ക പ്ലേറ്റ്. അഥവാ സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്സിനും പസഫിക് പ്ലേറ്റ്സിനും ഇടയിൽ കിടക്കുന്ന പ്ലേറ്റ്സ് ഏതാണ്? ദാറ്റ് ഇസ് നാസ്ക പ്ലേറ്റ്സ്. ദെൻ ദ ഹിമാലയാസ് ആർ ഹൈലി പ്രോൺ ടു ലാൻഡ്സ്ലൈഡ്. ഡിസ്കസ് ദി കോസസ് ആൻഡ് സജസ്റ്റ് സ്യൂട്ടബിൾ മെഷേഴ്സ് ഓഫ് മിറ്റിഗേഷൻ. ദിസ് is also part of the plate boundary. ഹിമാലയൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഹിമാലയ ഇതിന് എന്തുകൊണ്ട് ഇത് യങ് ഫോൾഡ് മൗണ്ടൻസ് ആണ്, പ്ലേറ്റ് കൺവേർജിങ് പ്ലേറ്റ് ബൗണ്ടറിയാണ്, ടെക്ടോണിക്കലി ആക്റ്റീവായിട്ടുള്ള റീജിയൻസ് ആണ്, സ്റ്റീപ്നെസ് കൂടുതലാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ഇത് 2016 ചോദിച്ച ചോദ്യമാണ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. അതുപോലെ എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് 1000 ഓഫ് ഐലൻഡ് ഇൻ ഇന്തോനേഷ്യൻ ആൻഡ് ഫിലിപ്പൈൻസ് ആർക്കിപ്പലാഗോസ്. ഫിലിപ്പീൻസിലും അതുപോലെ ഇന്തോനേഷ്യൻ ആർക്കിപ്പലാഗോസിൽ ആയിരക്കണക്കിന് ഐലൻഡുകൾ ഉണ്ടാകുവാനുള്ള കാരണം
ഇതേ കൺസെപ്റ്റ് തന്നെ, പ്ലേറ്റ് ബൗണ്ടറിയുടെ കൺസെപ്റ്റാണ്. അവിടെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു കൺവേർജിങ് പ്ലേറ്റ് ബൗണ്ടറി ആണുള്ളത്. 2015 തന്നെ 10 മാർക്കിനുള്ള അതേ ചോദ്യം. Why are the world fold mountain system located along the margins of continent bring out the association between the global distribution of fold mountains and the earthquakes and volcanoes? Okay, ചെയ്യാൻ പറ്റുമല്ലോ.